നമ്മുടെ ഗൂഗിളിനുമുണ്ട് എയും ബിയും നിലവറകൾ. നമ്മുടെ രഹസ്യങ്ങളും നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയും എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന നിലവറ. ഈ നിലവറ നിന്ന് പൂട്ട് പൊട്ടിച്ച് നമ്മുടെ രഹസ്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണ്ടേ? അതിനുവേണ്ടി നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് അതിന്റെ മുകളിലത്തെ 3 ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നാണ് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ടൈം കൊടുത്തിട്ട് കംപ്ലീറ്റ് നമ്മൾ ക്ലിയർ ഡാറ്റ കൊടുക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയി പോകും. പക്ഷേ അങ്ങനെ ക്ലിയർ ആവുന്നില്ല. ഇതെല്ലാം ഗൂഗിളിന്റെ ഈ നിലവറകളിൽ സൂക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്രോം ഓപ്പൺ ചെയ്ത് അവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ മൈ ആക്ടിവിറ്റി എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. മൈ ആക്ടിവിറ്റി അത് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കാണുന്ന മൈ ആക്ടിവിറ്റി എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ മൈ ആക്ടിവിറ്റി എന്നുള്ള പേജ് ഓപ്പണായി വരും. ആ ഓപ്പണായി വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് സെർച്ച് യുവർ ആക്ടിവിറ്റിയുടെ തൊട്ട് താഴെ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ ആണ് നമ്മുടെ ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ എല്ലാം ഇരിക്കുന്നത്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഗൂഗിൾ ചെയ്തിട്ടുള്ള എല്ലാ സെർച്ച് ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഡിലീറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലാസ്റ്റ് അവർ, ലാസ്റ്റ് ഡേ, ഓൾവേസ്, കസ്റ്റം റേഞ്ച് എന്ന് കാണാം. ലാസ്റ്റ് കവർ ആണെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ലാസ്റ്റ് ഡേ, അതുപോലെ ഒരു ദിവസം മുമ്പുള്ളത്, ഇതിന് മുഴുവനായിട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിനുവേണ്ടി ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓൾവേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും കാണാൻ പറ്റും. നിങ്ങൾ സെർച്ച് ചെയ്ത ഓരോ സൈറ്റുകളും മാപ്പുകളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അതെല്ലാം ഒന്ന് ഓൾ കൊടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് അമർത്തുക. ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ആയി തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് ഗൂഗിളിന്റെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് അവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അടുത്തത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ അറിയാം, നമ്മൾ നേരത്തെ കണ്ട ഒരു ആക്ടിവിറ്റിയും താഴെയില്ല. എല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ നിലവറയിൽ നിന്ന് പുറത്ത് പുകച്ച് ചാടിച്ച് ക്ലീൻ ചെയ്തു. ഇനി ആ വലത് സൈഡിലെ 3 ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങളുടെ യൂട്യൂബ് ഹിസ്റ്ററി, അതുപോലെ ആഡ് സെന്റർ, അവിടെയെല്ലാം നിങ്ങളുടെ ചില സെർച്ച് ഹിസ്റ്ററികളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. യൂട്യൂബിലെ കമന്റ്സ്, യൂട്യൂബിലെ ഹിസ്റ്ററി, നിങ്ങൾ ചെക്ക് ചെയ്തത്, അതുപോലെ ഡിസ്ലൈക്ക് ചെയ്തത്, യൂട്യൂബിലെ പർച്ചേസ് ആക്ടിവിറ്റി എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓരോന്നായിട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവിടെ അല്ലെങ്കിൽ അതിന്റെ വലത് ചിലപ്പോൾ ക്രോം തന്നെ വിസിറ്റഡ് ഫേസ്ബുക്ക്, വിസിറ്റഡ് വാട്സപ്പ് കാണാൻ പറ്റും. വലത് സൈഡിലുള്ള ഇൻഡ്യൂ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതും എല്ലാം ക്ലിയർ ആയി പോകും. ഇത് ക്ലിയർ ആവുന്നതോടുകൂടി നിങ്ങളുടെ ഡാറ്റയും ഒരുപാട് സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ ഫോണിന് നല്ല സ്പീഡ് കിട്ടും. നിങ്ങളുടെ ഫോൺ നല്ല ക്ലിയർ ആവും. അതുപോലെ തന്നെ നമ്മുടെ സെർച്ച് ഹിസ്റ്ററികളെല്ലാം അതിൽ നിന്ന് പോകും. ഗൂഗിൾ ഇത് വെച്ചിട്ടാണ് നമ്മളെ വേറെ പരസ്യത്തിലോട്ടൊക്കെ ആഡ് ചെയ്ത് നമുക്കിങ്ങനെ പരസ്യങ്ങളൊക്കെ മാറി കിട്ടി നമ്മുടെ ഫോൺ നല്ല ഫ്രഷ് ഫോണാവും. ഒരു ആക്ടിവിറ്റിയും നമ്മുടെ ഫോണിൽ ഉണ്ടാവില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം.